ഇഞ്ചിക്കറി ഉണ്ടാക്കുക. അതിനാവശ്യമായ 250 ഗ്രാം ഇഞ്ചി ഞാൻ വട്ടത്തിന് ഇതുപോലെ നമുക്കൊന്ന് നൈസായിട്ട് വട്ടത്തിന് നമുക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കണം. ഞാനിവിടെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 250 ഗ്രാം ഇഞ്ചി. അതുപോലെ 250 ഗ്രാം ഇഞ്ചിക്ക് 150 ഗ്രാം ഉള്ളിയും അതുപോലെ വട്ടത്തിന് അരിഞ്ഞ ഉള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ആദ്യം മൂപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമ്മുടെ പാനിലോട്ട് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഇഞ്ചി മൂപ്പിക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും കൂടി അതിനകത്തോട്ട് മൂപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം പറ്റിയപ്പോൾ ഇത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനി കുറച്ചുകൂടി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയും മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി കോരി മാറ്റിയ ശേഷം 150 ഗ്രാം ഉള്ളി നമ്മൾ അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഈ എണ്ണയിലോട്ട്. ഇഞ്ചിയും ഉള്ളിയും മൂപ്പിച്ചത് നമ്മൾ കോരി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്റ്റൗ കത്തിച്ച് അതുപോലെ തന്നെ തേങ്ങ കൂടി ഒരു കപ്പ് തേങ്ങ കൂടി മൂപ്പിക്കാനുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ഒന്നും നല്ല മൂപ്പിച്ച് നമ്മൾ തീയലിനൊക്കെ മൂപ്പിക്കുന്ന പോലെ മൂപ്പിച്ച് നമുക്ക് എടുക്കാം. തേങ്ങ മൂത്ത് തുടങ്ങുന്നുണ്ട്. നല്ലൊരു ഗോൾഡനിഷ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ഇഞ്ചിയും ഉള്ളിയും നമ്മൾ എടുത്തു വെച്ച പാത്രത്തിലൂടെ ഈ തേങ്ങ വറുത്തതും കൂടി തട്ടി കൊടുക്കുക. തേങ്ങ മൂത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും മൂപ്പിച്ച് ആ പാത്രത്തിലോട്ടിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതിൽ ഒട്ടും വെള്ളം പാടില്ല. നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, ഉള്ളി, തേങ്ങ മൂപ്പിച്ചതും കൂടി മൂന്നും ചേർത്ത് വെള്ളമില്ലാതെ നന്നായിട്ട് നമ്മൾ ആ തേങ്ങയുടെ എണ്ണയൊക്കെ വരുമ്പോഴത്തേക്ക് ഉള്ള എണ്ണയിൽ നന്നായിട്ട് അരിഞ്ഞ് വരും. നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. ഇഞ്ചിയും ഉള്ളിയും തേങ്ങയും മൂപ്പിച്ചത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട്. അത് നമുക്ക് ആ ബൗളിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ നിന്ന് ബൗളിലേക്ക് മാറ്റാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് ഇഞ്ചിക്കറിക്കുള്ള കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിച്ചു. നേരത്തെ നമ്മൾ ഇഞ്ചി മൂപ്പിച്ച എണ്ണയും ഉണ്ട്. അതിൻ്റെ ഒരു 3 സ്പൂൺ എണ്ണ നമുക്ക് വേണം. 1 ടേബിൾ സ്പൂൺ കടുക് നമ്മുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ആ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 4-5 വറ്റൽമുളക് നമ്മൾ നുറുക്കിയതും 2 പച്ചമുളകും ഒരു 5 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു കരിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്തരച്ച ഇഞ്ചി, ഉള്ളി, തേങ്ങ ഇവയുടെ കൂട്ട് ചേർത്ത് യോജിപ്പിക്കാം. ഈ ചേരുവയുടെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൂട്ടി യോജിപ്പിക്കുക. കൂട്ട് അരച്ചെടുത്ത ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി കഴുകി ഇതിലേക്ക് ചേർക്കുക. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് കുറി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളം നമ്മൾ ഓൾറെഡി പുളി നമ്മുടെ ചിലപ്പം ഒത്തിരി നാളായിട്ട് നമ്മുടെ പാത്രത്തിൽ ഇരിക്കുന്ന പുളി ആയിരിക്കാനുണ്ട് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയത്തിന് മുമ്പ് തന്നെ പുളി കുതിരാനായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പുളിയെല്ലാം അരിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് ഈ കൂട്ടിലേക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ പുളി ഇതിൽ എത്രയും പുളിച്ചാറുണ്ട്. പക്ഷേ നമുക്ക് വേണോ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാൻ. അത്രയും പുളിച്ചാറ് ഇതിൽ ഒഴിക്കരുത്. നമുക്ക് ആവശ്യമാണോ എന്ന് നമുക്ക് നോക്കണം. അതിന് നമുക്ക് ഒന്ന് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചിക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരുടെയും ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്ര ഉപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചേർക്കാം. നന്നായിട്ട് എല്ലാ സൈഡിലും ഉപ്പ് ആകുന്ന പോലെ ഒന്ന് നമ്മുടെ തവി വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിലർക്ക് ഇഞ്ചിക്കറി ചാറ് പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് ഒരു തിക്ക് ഒരു ഫോമിലിരിക്കുന്നത്
അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണോ ഇഞ്ചിക്കറിക്ക് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിക്ക് എടുക്കുക. ഞാൻ ഇച്ചിരി ഇതൊന്ന് കുറുകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റാനായിട്ട് വയ്ക്കാം. അതിന് മുമ്പ് ഞാനിങ്ങനെ കുറച്ച് നമുക്ക് ഒരു 4 ടീസ്പൂൺ ശർക്കര ഉരുക്കിയത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതിന് 4 സ്പൂൺ ശർക്കര ഉരുക്കിയതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. 4 സ്പൂൺ ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇഞ്ചിക്കറിക്ക് ഒരു ചെറിയ കശർപ്പ് കാണുമല്ലോ, അതൊന്ന് ശരിയാകാനായിട്ടാണ് നമ്മൾ ഈ ശർക്കര ജാഗരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിക്കറി ഇത് കുറുകി ഒരു പരുവത്തിന് നമ്മുടെ കറി എടുക്കാൻ വേണ്ട പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു ബോളിലോട്ട് മാറ്റി തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. ഈ രീതിയിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. താങ്ക്